ഞാൻ ഈ അലൈനർ ട്രീറ്റ്മെൻറ്റിന് പോകാമെന്ന് പറഞ്ഞപ്പം അതിനുള്ള ടൈം ഷെഡ്യൂള് കൃത്യമായിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ അത് കുറച്ചൊരു നീണ്ട പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ എനിക്കൊരു വളരെ പെട്ടെന്നൊരു റിസൾട്ട് വേണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വെനീറിലേക്ക് പോകുന്നത്. ഫ്രണ്ട് ഡെസ്കിൽ നിന്ന് തന്നെയുള്ള അവരുടെ ഒരു സപ്പോർട്ടും അവരുടെ ഒരു വളരെ കൺവിൻസ് ചെയ്യുന്ന എനിക്കൊരു 100 ചോദ്യങ്ങളുണ്ടായിരുന്നു. ആ 100 ചോദ്യങ്ങൾക്ക് വളരെ ആപ്റ്റായിട്ടും വളരെ നമ്മളെ കൺവിൻസ് ചെയ്യുന്ന രീതിയിലുള്ള റിപ്ലൈ കിട്ടിയപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇതായിരിക്കും ഞാൻ ഉദ്ദേശിച്ച സ്ഥലം എന്നുള്ളത്. ആ ഒരു തീരുമാനത്തിലേക്ക് ഞാൻ അന്ന് എത്തി. ആദ്യം അലൈനർ എടുക്കണം എന്നായിരുന്നു ഞാൻ തീരുമാനിച്ചത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടും ഡോക്ടർ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. അതിനുശേഷം പെട്ടെന്നുള്ള എൻ്റെ ഒരു മാറ്റമായിരുന്നു അലൈനറിൽ നിന്ന് വെനീർ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ട്. അപ്പോൾ അതും ഞാൻ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഞാൻ വിത്തിൻ ഒരു 5 മിനിറ്റ്സിനുള്ളിൽ തന്നെ അത് എടുക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി. ഞാൻ ഈ അലൈനർ ട്രീറ്റ്മെൻറ്റിന് പോകാമെന്ന് പറഞ്ഞപ്പം അതിനുള്ള ടൈം ഷെഡ്യൂള് കൃത്യമായിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ അത് കുറച്ചൊരു നീണ്ട പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ എനിക്കൊരു വളരെ പെട്ടെന്നൊരു റിസൾട്ട് വേണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വെനീറിലേക്ക് പോകുന്നത്. അപ്പോൾ അത് ഡോക്ടർ എനിക്ക് കൃത്യമായിട്ട് അതിൻ്റെ സാധ്യതകളെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ട്രീറ്റ്മെൻറ്റിലേക്ക് പോയി. 2 സിറ്റിങ്ങേ എനിക്ക് വേണ്ടി വന്നിട്ടുള്ളൂ. അതെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇവിടുത്തെ എന്താ പറയുക, എല്ലാം സ്റ്റാഫിൻ്റെ ആയിട്ടുള്ളാണെങ്കിലും നമ്മളോടുള്ള അപ്രോച്ച്, നമുക്ക് തരുന്നൊരു കംഫർട്ട്, സത്യം പറഞ്ഞാൽ നമുക്കൊരു ഹോസ്പിറ്റൽ, ഒരു എന്താ പറയുക, ഒരു ദന്താശുപത്രി വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫീലല്ല ഇവിടെ. വളരെ ഫ്രണ്ട്ലിയാണ്. അപ്പം നമ്മൾ വളരെ കംഫർട്ടബിളാണ്.